ഹായ് ഹലോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഹാപ്പി ഹൈ. അപ്പം ഞങ്ങൾ ഇന്നുള്ളത് അല്ലയത്തിലുള്ള ഒരു ഗാർഡൻ ഏരിയയിൽ വന്നതാണ്. ഇത് ഡെസേർട്ടിൻ്റെ നടുവിലുള്ള ഒരു ഗാർഡൻ ഏരിയ ആണ്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് സീ അല്ല. മരുഭൂമിൻ്റെ നടുവിൽ ഒരു കാട് എന്ന് പറയുന്നതിൻ്റെ കൂട്ടാണ് ഇവിടെ എത്തിയപ്പോൾ. അതാ നല്ലൊരു ആംബിയൻസ് ആണ്. ഇതൊക്കെ ഈന്തപ്പനയുടെ തൈ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എന്ത് രസമായിട്ടാണ് കിളിക്കൂടൊക്കെ തൂങ്ങിക്കിടക്കുന്നത്. ഇതൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടാവും. എൻ്റെ മോളൊക്കെ ഇതൊന്നും ഫസ്റ്റ് ടൈം ആയിരിക്കും അവർക്ക് ഇതൊക്കെ നേരിട്ട് ഇങ്ങനെ കാണുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മസറയിൽ വരുന്നത്. ഇങ്ങനെ മസറ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഒരുപാട് കൃഷിയും പിന്നെ ഇതിൻ്റെ സൈഡിൽ അരുവികളുണ്ട്. അതാണ് അരുവിയാണ് ഇതിൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, കൃഷീൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒട്ടകം, ആട് എന്നൊക്കെ പറയുന്നത് കുറച്ച് കാറ്റിൽസ് ഉണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര ഓർഗാനിക് രീതിയിൽ കൊണ്ട് നടക്കുന്ന ഒരു മസറയാണിത്. ഈ മസറ എക്സിസ്റ്റ് ചെയ്യുന്നത് വലിയൊരു മരുഭൂമിൻ്റെ നടുവിലാണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു വണ്ടർ എലമെൻ്റ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ ദിസ് എക്സിസ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് എ വെരി ഡ്രൈ ബിഗ് ഡിസേർട്ട്. നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിലാണോ എന്ന് തോന്നിപ്പോവും. തേങ്ങ ഒന്നും കാണാനില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഇങ്ങനെ തെങ്ങുകൾ ഒന്നിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അല്ലേ ഏതൊരു മലയാളിക്കും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ നാട്ടിലെത്തിയ പോലൊരു എന്താ പറയുക ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ആര്യവേപ്പിൻ്റെ ഇല ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇതാണ്. ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മളെ നാട്ടിലുള്ള പാടങ്ങൾ പോലെ ഇവിടുത്തെ പുല്ലിൻ്റെ ശേഖരമാണിത്. എന്തൊരു പച്ചപ്പാണ് ഇതിങ്ങനെ കാണുമ്പോൾ. ഈ ഒരു സൈഡിൽ മരുഭൂമി, ഒരു സൈഡിൽ പച്ചപ്പ്. അത് കാണാൻ തന്നെ ഒരു രസമാണ് അല്ലേ ആലിയ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ഡെസേർട്ടാണെന്ന്? ഇത് ശരിക്കും ഡെസേർട്ടാണ്. ഈ ഒരു പച്ചപ്പ് നോക്ക്, ഡെസേർട്ടിൻ്റെ നടുവിലുള്ള പച്ചപ്പ് കണ്ടോ? ഇവിടെ ഈ പുല്ലിന് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണിത്. മക്കയിൽ ഇപ്പോൾ 40 മുതൽ 50 ഡിഗ്രി വരെ ചൂടിലും ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്. നല്ല തണുത്തെന്ന് പറയാനില്ല, നമുക്ക് എപ്പോഴും റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാറ്റോട് കൂടിയുള്ളൊരു കാലാവസ്ഥയാണ്. ഈ മരുഭൂമിക്കിടയിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടു നടക്കുന്നത് വലിയ നമുക്ക് പ്രശംസനീയമാണ് ആ ഒരു സംഭവം. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് എന്ന ചെറിയ വ്ളോഗാണിത്. അതായത് മക്കത്ത് നമ്മളാരും കാണാത്ത ഒരു ഭാഗമായി മാറി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്.
അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വന്നാണ്. ഇറ്റ്സ് മീ എമിൽ ആൻഡ് ആമി സൈനിങ് ഓഫ് ഫ്രം Happy High. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുകൂടാതെ ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടും. എല്ലാവരും പോയിട്ട് അത് ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.